വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. വഖഫ് ബിൽ മുസ്ലിം വിരുദ്ധമല്ല. ബില്ലിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും അമിത്ഷാ കുറ്റപ്പെടുത്തി. आपके माध्यम से, इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहना चाहता हूं, आपके वक़्फ में एक भी नॉन मुस्लिम नहीं आएगा. ये एक्ट में ऐसा कोई प्रावधान नहीं. मगर जो वक़्फ बोर्ड है और वक़्फ परिषद है, उसका काम क्या है? वक़्फ की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का. വഖഫ് ബോർഡ് മതത്തിന്റെ ഭാഗമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു. ബില്ലിലൂടെ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമമെന്ന് CPM അംഗം കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. വഖഫ് ബില്ലിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിലാകുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. The registration, piece of legislation given priority by this government, you can see that to have only one agenda, to divide our own Bharat Mata on the name of religion. To divide Bharat Mata on the name of religion. This is the only one agenda. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെയും അതുപോലെ കുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത്. But unnecessarily my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് 2025 വലിയ തമാശയെന്ന് ET മുഹമ്മദ് ബഷീർ MP പരിഹസിച്ചു. Honorable Prime Minister has committed a speech, lengthy speech, claiming as he is the savior of the minorities. I would like to say that is the biggest tamasha of 2025. There has no iota of truth in it. It is his government. We tortured the minorities in India, physically, mentally, socially and economically. മുനമ്പം ജനതയെ സഹായിക്കുന്ന വ്യവസ്ഥകൾ ബില്ലിലുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് KCBCയും CBCയും പറഞ്ഞതെന്ന് ഫ്രാൻസിസ് ജോർജ്. ബില്ല് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഫ്രാൻസിസ് ജോർജ് കുറ്റപ്പെടുത്തി. The KCBC, the Kerala Catholic Bishops Conference, and the CBCI, the Catholic Bishops Conference of India, is supporting this bill. Sir, what exactly they said, sir? They said if there are any provisions in this bill to help the hapless people of Munambam, then it has to be supported. That's all, sir. So the minister mentioned about the grievances of Munambam, sir. The occupants of Munambam requires a permanent solution, which necessarily shall not be interdicted by any court, by any reason, including the reason of unconstitutionality of the amended provision. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, വളരെ ചൂടേറിയ ചർച്ച തന്നെ നടക്കുന്നു. ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഒക്കെ സ്വീകരിച്ച സമീപനം, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി എത്ര അംഗങ്ങൾ സംസാരിക്കാനുണ്ട്? ഈ ബില്ല് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് എപ്പോൾ കടക്കും? അച്യുതൻ. റിജിത്ത്, വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട നിശ്ചയിച്ചിരുന്നത് 8 മണിക്കൂർ ചർച്ചയായിരുന്നെങ്കിൽ ആ 8 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ വാദപ്രതിവാദങ്ങൾ അത് സഭയ്ക്കുള്ളിൽ ഭരണ പ്രതിപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഭരണപക്ഷം ഈ ബില്ലിനെ മുസ്ലിം ക്ഷേമത്തിനായാണ് ഉയർത്തിക്കാട്ടിയത്. ഈ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു ആയിരുന്നാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നാലും പറഞ്ഞത് ഇത് മുസ്ലിങ്ങളുടെ, പാവപ്പെട്ട മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. അതായത് ഈ മുസ്ലിങ്ങളുടെ പണം കട്ടവരെ പിടികൂടാൻ കൂടിയാണ് ഈ ഒരു ബില്ല് എന്നതാണ്. അത് ന്യൂനപക്ഷ ക്ഷേമത്തിനായി അങ്ങനെ തന്നെ കാണാം. പക്ഷേ ഈ ബില്ലുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ CA കാലത്ത് ആ CA കൊണ്ടുവന്നാൽ അത് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ
കവർന്നെടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പൗരന്റെ പൗരത്വം നഷ്ടമായോ എന്ന ചോദ്യം അമിത്ഷാ ഉന്നയിക്കുകയുണ്ടായി. ഈ അനിയന്ത്രിതമായ അധികാരം അത് UPA കാലത്താണ് ഈ വഖഫ് ബോർഡിന് നൽകിയതെന്ന വിമർശനമായിരുന്നു കിരൺ റിജിജു മുന്നോട്ട് വെച്ചത്. എന്തായാലും അതിനൊടുവിൽ ശക്തമായ രീതിയിൽ ഈ ബില്ലിനെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ ബില്ല് എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായത് കെ രാധാകൃഷ്ണൻ MP അതിനെ പറഞ്ഞത് ഈ മുസ്ലിം ജനവിഭാഗത്തെ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് എന്ന് മഹാഭൂരിപക്ഷം ജനതയെ കൊണ്ട് ചിന്തിപ്പിക്കണം, ആ രീതിയിലേക്കാണ് ഈ ബില്ല് നയിക്കുന്നത് എന്നതായിരുന്നു. എന്നാൽ അതിനിടയിൽ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനൊടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അത് നാളെ ഈ ബില്ല് രാജ്യസഭയിൽ പാസാക്കുന്നതോടുകൂടി അറബിക്കടലിൽ മുങ്ങിത്താഴും എന്ന പരിഹാസമായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിലവിൽ ഇപ്പോഴും ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ച പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും ഈ ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അത് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AMIMന്റെ ചീഫായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി സംസാരിക്കുകയും അദ്ദേഹവും പറഞ്ഞത് ഈ ബില്ല് അത് ഭരണഘടനാ വിരുദ്ധമാണ്, മതപരമായ സ്വാതന്ത്ര്യത്തെ. ശരി, എന്തായാലും ചർച്ച അവസാന ഘട്ടത്തിലാണ്. അല്പസമയത്തിനകം ചർച്ച പൂർത്തിയാകും എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ബില്ല് പാസാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. R. അച്യുതൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയാൽ കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗ്. വിവിധ മുസ്ലിം സംഘടനകളും നിയമ ഭേദഗതിക്കെതിരെ രംഗത്തെത്തി. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് MPമാരോട് കത്തോലിക്ക സഭാ സംഘടനകളും മുനമ്പം ഭൂസംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് MPമാരുടെ ഓഫീസുകളിലേക്ക് BJP മാർച്ച് നടത്തി. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ സമ്മിശ്ര പ്രതികരണമാണ് സംസ്ഥാനത്ത്. BJPയുടെ ഗൂഢലക്ഷ്യമാണ് ബില്ലിന് പിന്നിലെന്ന് മുസ്ലിം ലീഗ്. ബിൽ പാസാക്കിയാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കെട്ടിച്ചമക്കപ്പെട്ട ഒരു നിയമമാണ് ഇപ്പോൾ പുതിയ അതിൻ്റെ ഭേദഗതി എന്ന പേരിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. സമഗ്രമായ ഒരു വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ള വഖഫ് സ്വത്തുക്കൾ അത് മുസ്ലിങ്ങളുടെ ഒരു അവകാശമാണ്. ഈ വഖഫ് ചെയ്യുക, അതിൻ്റെ ആ സ്വത്തുക്കളുമായി ഇതിനെ സംരക്ഷിക്കുക എന്നൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശമാണ്. ഇരുവിഭാഗം സമസ്തകളും മറ്റ് മുസ്ലിം സംഘടനകളും വഖഫ് ബില്ലിനെ എതിർത്ത് രംഗത്തെത്തി. എന്നാൽ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാനാണ് കത്തോലിക്ക സഭാ സംഘടനകളുടെ ആഹ്വാനം. മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകളിന്മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവൂ. വഖഫ് ബോർഡിൻ്റെ അന്യായമായ ഭരണഘടനയ്ക്ക് മുകളിലുള്ള അവകാശങ്ങളല്ല പ്രധാനപ്പെട്ടത്. ഈ നാട്ടിലെ സാധാരണക്കാരന് ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളാണ് പ്രധാനപ്പെട്ടത്. കേന്ദ്ര ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഇന്ന് മുനമ്പത്തെ 610 കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. ഇന്നത്തെ ഈ ബില്ല് നിയമമാകുന്നതോടുകൂടി മുനമ്പം തീരത്തെ ജനങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും. ഇതിനിടെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് MPമാരുടെ ഓഫീസുകളിലേക്ക് BJP മാർച്ച് നടത്തി. നിയമ ഭേദഗതി ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ചെങ്കടലായി മധുര. CPIM 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിലെ സീതാറാം യെച്ചൂരി നഗറിൽ ഉജ്ജ്വല തുടക്കം. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നയിക്കുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് സർക്കാരിനെയെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ഭിന്നതയ്ക്കെതിരെ പ്രചാരണം നടത്തേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചുമതലയാണെന്ന് വിവിധ ഇടതു പാർട്ടി ദേശീയ നേതാക്കളെ വേദിയിലിരുത്തി പ്രകാശ് കാരാട്ട് പറഞ്ഞു. തമിഴക രാഷ്ട്രീയത്തിന്റെ തനത് ആഘോഷത്തോടെയായിരുന്നു പാർട്ടി കോൺഗ്രസിന് പതാക ഉയർന്നത്. മുതിർന്ന നേതാവും മുൻ PB അംഗവുമായ ബിമൻ ബസു ചെങ്കൊടി ഉയർത്തി. ആവേശത്തോടെ നേതാക്കളും പ്രവർത്തകരും രക്തപതാകയെ അഭിവാദ്യം ചെയ്തു. പ്രതിനിധി സമ്മേളനം PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാറിനെയും മോദി സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച ഉദ്ഘാടന പ്രസംഗം. കേരളത്തിലെ പിണറായി സർക്കാരിനെ പ്രകാശ് കാരാട്ട് പുകഴ്ത്തി. കേരളത്തിലെ LDF സർക്കാർ കേന്ദ്ര നയങ്ങൾ എതിർക്കുന്നതിൽ മുന്നിൽ നിന്നു. കേരള സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് വിവേചനം നേരിടുന്നുവെന്നും കാരാട്ട്. The LDF government in Kerala
has been in the forefront in opposing the anti-people policies of the central government. Because the LDF government has sought to implement alternative policies, it is facing hostility and discrimination by the union government. 5 ദിവസം നീളുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ ഇന്ന് കരട് രാഷ്ട്രീയ പ്രമേയം, രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു. നാളെ ഇതിൽ ചർച്ച നടക്കും. ഭേദഗതികളുള്ളതിനാൽ ചർച്ച സജീവമാകും. നാളെ വൈകിട്ട് 4-ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. പുതിയ PBയും CCയും പാർട്ടി ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുത്താണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുക. തമിഴകത്തിൽ പാർട്ടിക്കു പണ്ടേ കരുത്തുള്ള മധുരയിൽ പ്രൗഢഗംഭീരമായാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമായത്. ഇനി 2 കാര്യങ്ങളാണ് പ്രധാനം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന്റെ സാന്നിധ്യമുറപ്പിക്കാനുള്ള പുതിയ അടവ് നയങ്ങൾ എന്താണ്? ഒപ്പം പാർട്ടിയെ നയിക്കാൻ ആരാണ് പുതിയ ജനറൽ സെക്രട്ടറി? ഇത് രണ്ടിനും ഇനി 4 നാളുകൾ കാത്തിരിക്കണം. ക്യാമറാമാൻ രാജേഷ് വള്ളരിക്കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24. CPIM പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിൽ വനിതാ പ്രാതിനിധ്യത്തിൽ കേരള ഘടകത്തിന് വിമർശനം. സംസ്ഥാന സമിതിയിൽ വനിതകളുടെ എണ്ണം 12 മാത്രം. ആകെ അംഗങ്ങളുടെ 13.5% മാത്രമാണിത്. ഇത് വളരെ കുറവാണെന്ന് സംഘടനാ റിപ്പോർട്ട് പറയുന്നു. പാർട്ടി കമ്മിറ്റിയിൽ 25% വനിതകളെന്ന കൊൽക്കത്ത പ്ലീനം നിർദ്ദേശം നടപ്പായില്ല എന്നും സംഘടനാ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയ സംഘടനാ റിപ്പോർട്ട് ചർച്ചയിൽ കേരളത്തിൽ നിന്ന് 8 പേർ പങ്കെടുക്കും. PK ബിജു, MB രാജേഷ്, PA മുഹമ്മദ് റിയാസ്, KK രാഗേഷ്, ഡോക്ടർ R ബിന്ദു, ഡോക്ടർ TN സീമ, ജേക്ക് C തോമസ്, M അനിൽകുമാർ എന്നിവരാണ് ചർച്ചയിൽ സംസാരിക്കുക. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാളെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. പ്രതീക്ഷയോടെയാണ് ചർച്ചയെ കാണുന്നതെന്ന് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും വീണ ജോർജ് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ചർച്ച. നാഷണൽ ഹെൽത്ത് മിഷൻ അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കലാനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക തുടങ്ങി സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഊന്നി ചർച്ച നടത്തണം. ചർച്ചയിൽ വാഗ്ദാനങ്ങളല്ല വേണ്ടത്, ഉറപ്പുകൾ ഉത്തരവുകളായി ലഭിക്കണമെന്നും സമരസമിതി. ഈ സമരം സെറ്റിൽ ചെയ്യാനാണല്ലോ ചർച്ച നടക്കുന്നത്. സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ പറ്റുകയുള്ളൂ. അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതൊരു ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. വ്യക്തതയുള്ള ഉത്തരവും കൂടി ലഭിച്ചിട്ട് മാത്രമേ ഈ സമരപ്പന്തൽ വിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. ചർച്ചയ്ക്ക് ക്ഷണിച്ചതിൽ പ്രതീക്ഷയിലാണ് ആശാ വർക്കേഴ്സും. അംഗീകരിക്കുമെന്ന് വിശ്വസിക്കാം. ഇനിയും വിളിച്ചിട്ട് കഴിഞ്ഞ 2 തവണ വിളിച്ചതുപോലെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു, നിങ്ങൾ സമരം മതിയാക്കി വീട്ടിൽ പോയി എന്ന് പറഞ്ഞ് കളിയാക്കാനാണോന്നും അറിയത്തില്ല. എന്തായാലും ഇപ്പം ബാക്കിയുള്ള ട്രേഡ് യൂണിയനുകളെയും വിളിച്ചിട്ടുണ്ടോന്ന് അറിയുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ സമരത്തിന്റെ ശക്തമായ വിജയം തന്നെയാണ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന S അനിതകുമാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനെ കൂടാതെ CITU, INTUC സംഘടനകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗുജറാത്തിലെ ജാംനഗറിൽ വ്യോമസേനയുടെ ജാഗ്വർ യുദ്ധവിമാനം തകർന്നു വീണു. അഗ്നിരക്ഷാസേന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. R അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, 2 പൈലറ്റുമാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. എന്താണ് ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ? അഗ്നിരക്ഷാസേനയടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ എങ്ങനെ അച്യുതൻ? റിജിത്ത്, രാത്രിയോടെയാണ് ജാഗ്വർ യുദ്ധവിമാനം ഗുജറാത്തിലെ ജാംനഗറിലെ സുവർധ ഗ്രാമത്തിൽ തകർന്നു വീണത്. ഇതിന് ഈ അപകടത്തിന് പിന്നാലെ തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. തൊട്ടു പിന്നാലെ അഗ്നിരക്ഷാസേനയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 2 പൈലറ്റുമാരായിരുന്നു ഈ യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ ഒരു പൈലറ്റ് സുരക്ഷിതനാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്നാൽ 2ാമത്തെ പൈലറ്റിനായുള്ള തെരച്ചിൽ ഈ മേഖലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 2ാമത്തെ പൈലറ്റിനെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ അപകടത്തിന് പിന്നിലുള്ള കാരണം എന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു ഔദ്യോഗിക പ്രതികരണം അത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ എയർഫോഴ്സോ ഈ കാര്യത്തിൽ വിശദീകരിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് രാത്രിയോടെയായിരുന്നു ഈ യുദ്ധവിമാനം ജാംനഗറിൽ തകർന്നു വീണത്. R അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട. 2500 കിലോ ലഹരി വസ്തുക്കൾ ഇന്ത്യൻ നാവികസേന പിടികൂടി. 2386 കിലോ ഹാഷിഷും 121 കിലോ ഹെറോയിനുമാണ് പിടികൂടിയത്.
ബോട്ടിലെ വിവിധ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്ന്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണ പറക്കൽ നടത്തിയിരുന്ന P-8I വിമാനമാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ബോട്ട് കണ്ടെത്തിയത്. തുടർന്ന് വിവരം തർക്കാഷ് യുദ്ധക്കപ്പലിന് കൈമാറി. ബോട്ട് വളഞ്ഞ് പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വസ്തുക്കൾ കണ്ടെത്തിയത്. ബോട്ടിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴയിൽ വൻ ലഹരിവേട്ട. 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ചെന്നൈ സ്വദേശിനി ക്രിസ്റ്റീന എന്ന തസ്ലിമ സുൽത്താനയാണ് എക്സൈസ് നാർക്കോട്ടിക് സ്ക്വാഡിന്റെ പിടിയിലായത്. ഓമനപ്പുഴയിലെ റിസോർട്ടിൽ വെച്ചാണ് യുവതി പിടിയിലായത്. ശ്രീനാഥ് ബാസി, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര നടന്മാർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയതായി പ്രതി എക്സൈസിന് മൊഴി നൽകി. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തെത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴ ഓമനപ്പുഴയിലെ ഗാർഡൻ എന്ന റിസോർട്ടിൽ എത്തിച്ചപ്പോഴാണ് എക്സൈസ് പിടികൂടിയത്. അറസ്റ്റിലായ ചെന്നൈ സ്വദേശി ക്രിസ്റ്റിനയ്ക്കൊപ്പം മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസും ഉണ്ടായിരുന്നു. ആവശ്യക്കാരെന്ന രീതിയിൽ കെണിയൊരുക്കിയാണ് എക്സൈസ് സംഘം പ്രതികളെ ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ എത്തിച്ചത്. പിടിച്ചിരിക്കുന്ന 3 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ്. ആലപ്പുഴ ഇവർ ആർക്കോ സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഇനി അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആർക്കാണ് കൊടുക്കാൻ വന്നത്. സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറി എന്നാണ് യുവതിയുടെ മൊഴി. ഇരുവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. എന്നാൽ തനിക്കെതിരായ മൊഴി ആരൊക്കെയോ കെട്ടിച്ചമയ്ക്കുന്നതാണെന്ന് ശ്രീനാഥ് ഭാസി 24-നോട്. വെറുതെ ആൾക്കാർ അറിയാൻ ഇങ്ങനെ തന്നെ വിളിക്കില്ലേ. പ്രതിക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും വിദേശത്ത് നിന്ന് എത്തിച്ച ഹൈബ്രിഡ് കഞ്ചാവ് എറണാകുളത്ത് വിതരണം ചെയ്തുവെന്നും എക്സൈസ് കണ്ടെത്തി. തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇതിൽ ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾക്ക് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. പ്രമുഖരായിട്ടുള്ള ആൾക്കാരുണ്ട്, 1-2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരിയാണ് ഹൈബ്രിഡ് കഞ്ചാവിന്. MDMA-യേക്കാൾ അപകടകാരി. ഹൈഡ്രോപോണിക് കൃഷി രീതിയിൽ തായ്ലൻഡിൽ വികസിപ്പിച്ചതാണ് ഹൈബ്രിഡ് കഞ്ചാവ്. എയർപോർട്ടിന് പുറത്ത് ഇത്രയും വലിയ അളവ് പിടികൂടുന്നത് അടുത്ത കാലത്ത് ആദ്യമാണ്. ആലപ്പുഴ നാർക്കോട്ടിക് CA മഹേഷും സംഘവുമാണ് ഇരുവരെയും പിടികൂടിയത്. 24 ആലപ്പുഴ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി 24. ലഹരി വിൽപ്പന, ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800-425-4295 ആണ് ടോൾ ഫ്രീ നമ്പർ. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി സിനിമാ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസ്. ലോകത്തെല്ലായിടത്തും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. എമ്പുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നിർമ്മാണ കമ്പനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, ഈ വിവാദങ്ങൾക്കിടെ ആശീർവാദ് സിനിമാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അത് ചർച്ചയാവുന്നുണ്ട്. എന്താണ് അതിന്റെ ഉള്ളടക്കം? ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ഒരു തലത്തിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് സ്വന്തം നിലയിൽ ആരും നിർബന്ധിക്കാതെ ഇതിൽ കട്ട് വരുത്തുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ആശീർവാദ് സിനിമാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോകത്തെല്ലായിടത്തും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം എന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും സ്വന്തം രീതിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നും വ്യക്തമാക്കുന്നു. എമ്പുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ പോസ്റ്റ് എന്നത് ശ്രദ്ധേയം. വഖഫ് നിയമ ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ നിർണായക രംഗങ്ങൾ. പ്രതീകാത്മകമായി ബില്ല് കീറി അസദുദ്ദീൻ ഒവൈസി പ്രതിഷേധിച്ചു. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും മതസ്വാതന്ത്ര്യത്തെ തടയുന്നുവെന്നും അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. सफेद फार्म अफ्रीका के कानून को महात्मा गांधी ने कहा था कि ये मेरा कॉन्शियंस इसको मानता नहीं, मैं इस कानून को कबूल नहीं करता हूं. तो महात्मा गांधी ने क्या किया? उन्होंने उस कानून को फाड़ दिया. तो मैं गांधी की तरह इस कानून को फाड़ता हूं. ये अनकॉन्स्टिट्यूशनल है सर. इस देश में झगड़े पैदा करने का काम बीजेपी करना चाहती है मस्जिद और मंदिर के नाम पर. इसीलिए मैं इसका कंडेम करता हूं और मैं आपसे गुजारिश करता हूं कि मैंने अपने 10 अमेंडमेंट दी है, आप इसको कबूल करिए सर. मुझे बोलने का मौका दीजिए और उस पर डिवीजन का मैं डिमांड भी करूंगा. थैंक यू सर. सर अगर आप हिस्ट्री को पढ़ेंगे, हिस्ट्री അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ. അച്യുതൻ,
രഞ്ജിത്ത് ശക്തമായ ഭാഷയിലായിരുന്നു അസദുദ്ദീൻ ഒവൈസി ഈ ബില്ലിനെതിരെ ലോക്സഭയിൽ സംസാരിച്ചത്. അതായത് വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു മതപരമായ സ്ഥാപനം തന്നെയാണ്. ആ മതപരമായ സ്ഥാപനത്തിന് എതിരെയാണ് ഈ ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതായിരുന്നു അസദുദ്ദീൻ ഒവൈസി ചൂണ്ടിക്കാട്ടിയ കാര്യം. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, മതസ്വാതന്ത്ര്യത്തെ തടയുന്നു. അതായത് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ തത്വങ്ങൾക്കും വിരുദ്ധമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് എന്നതും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മുസ്ലിം വിഭാഗത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഈ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഏത് തരത്തിലും ഈ മുസ്ലിം വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു വിഭജനത്തിനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഈ പ്രതീകാത്മകമായി വഖഫ് നിയമ ഭേദഗതി ബില്ല് കീറി പ്രതിഷേധിച്ചത് അസദുദ്ദീൻ ഒവൈസി. ആ സംഭവത്തിൽ ഇപ്പോൾ JPC ചെയർമാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും കടുത്ത പ്രതിഷേധമാണ് AIMIM ചീഫായിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി ലോക്സഭയിൽ ബില്ലിനെതിരെ സ്വീകരിച്ചത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.